ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിൽ മാരിനേഷൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകമാണ് കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ അറബിക് മസാല ഏതെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മന്തി മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് പുതിനയിലയും 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും പിന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, അതുകൊണ്ട് വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളക്, 2 ചെറിയ പീസ് പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, കൂടിപ്പോവരുത്. എന്നിട്ട് അതിലേക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ വെക്കാം. ഇത് ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ആദ്യം അടച്ചു വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കാകുന്നത് വരെ അടച്ചു വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് തുറന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ക്യാപ്സിക്കം മല്ലിയിലെ പുതിനയിലൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ട് കുറേ സമയം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ പിന്നെ തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചോറ് തയ്യാറാക്കാൻ ആവശ്യത്തിന് വെള്ളം വെക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം 3 ഏലക്കായ, 4 ഗ്രാമ്പു, 2 വലിയ പീസ് പട്ട, ഒരു ഡ്രൈ ലെമൺ, ഒരു ബേ ലീഫ്, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മന്തി മസാല ഇട്ട് കൊടുക്കാം. ഒരു മാഗി ക്യൂബും കൂടി പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഈ മന്തി മസാല മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ ചോറിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒരു 80 മുതൽ 90% വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് അങ്ങ് കുക്കാക്കണ്ട, അപ്പോൾ ചോറങ്ങ് കട്ട പിടിച്ച പോലെ ആവും. അപ്പോൾ ഇതാ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ചെറിയൊരു വെള്ളത്തിൻ്റെ നനവോടുകൂടി തന്നെ ചോറ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം ഇട്ടതിന് ശേഷം ഇതുപോലെ കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡും ഗ്രീനും യെല്ലോ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി മസാല കുറച്ചൊന്ന് വിതറി കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ വീണ്ടും കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. കളർ ഇനി എടുക്കണം നിർബന്ധമൊന്നുമില്ല, അതിന് നല്ല കളർ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും കളറും മല്ലിയില വെച്ച് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മോക്കി ടേസ്റ്റിന് വേണ്ടിയിട്ട് നടുക്കൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിലല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഗീ ആണ് കേട്ടോ. ഗീ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവാൻ. നിങ്ങൾ ഓയിൽ ചേർക്കുന്ന പകരം ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ് മതിയാകും. ഇനി മന്തിയുടെ മെയിനായിട്ടുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടണ്ട കേട്ടോ, മല്ലിയില കൂടിയാൽ കളർ ചേഞ്ച് വരും. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് എത്രമാത്രം അതിൻ്റെ തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ആ വിനാഗിരിയുടെ പുളിയും എത്രമാത്രം വേണോ അതിനനുസരിച്ച് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചോറിത് ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, പതിയെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ആ വീഡിയോയിൽ സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ പതിയെ ചെയ്തെടുക്കാം. ആ ചോറൊന്ന് പൊട്ടിപ്പോകും കേട്ടോ, അതുകൊണ്ട് പതിയെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ, നല്ല ഫ്ലേവർ ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലോട്ട് അറിയിക്കാൻ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.